എടാ, ഒരു പണിയും ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ജീവിതം വഴിമുട്ടി നിന്നിട്ട് അവന്റെ ഓരോ ഡയലോഗ് കണ്ടില്ലേ? അത് പിന്നെ എങ്ങനെയാടാ ഉവ്വേ, ഈ പണി ചെയ്യാതെ തിന്ന് തിന്ന് ശീലിച്ചു പോയില്ലേ ഞാൻ. അല്ലേലും നിന്റെ കൂടെ ഞാൻ നടക്കുന്ന ശീലം അങ്ങോട്ട് നിർത്തണം. എന്നാ തന്നെ നീയും നന്നാവുള്ളൂ. ഇത് ഞാൻ അധ്വാനിക്കുക നീ തിന്നുക, ഞാൻ അധ്വാനിക്കുക നീ തിന്നുക. കണ്ടില്ലേ എന്റെ കോലും നിന്റെ കോലും? എന്നെക്കാട്ടിലും വലിയ പ്രായമുള്ള മനുഷ്യനാണെന്നുള്ള ബോധമുണ്ടോ നിങ്ങൾക്ക്? മോന്റെ പ്രായമുള്ള എന്നെ പണി ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങനെ തിന്നാൻ നടക്കാണ്. എന്നാ എന്റെ അച്ഛനാണോ ചോദിച്ച അച്ഛനല്ല, അമ്മയുടെ വകവള്ളിയാണോ ചോദിച്ച അതുമല്ല. എന്നിട്ടാണ് നാടല്ലേ നിങ്ങൾക്ക് വേറെ ഒരാളുടെ അധ്വാനത്തിൽ ഇങ്ങനെ തിന്നും കുടിച്ചും നടക്കാന്? എന്താടാ ഉവ്വേ നീ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് അസുഖമൊന്നുമില്ലല്ലോ, പിന്നെന്താ? എന്താടാ നീ ഇങ്ങനെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയാനാ? എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, പിന്നെ എനിക്ക് ആരും തിന്നാൻ തരാനില്ലല്ലോ എന്ന് വെച്ചിട്ട് ജോലി ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ മിച്ചം വെച്ചിട്ട് ഇങ്ങനെ ജീവിച്ചു പോണെന്ന് പറഞ്ഞിരിക്കുമ്പോ നിങ്ങളെ ഇടയിൽ കയറിയിട്ട് ഇതുമാതിരി തീറ്റപ്പണ്ടാരും. പിന്നെ ഞാൻ എന്താ പറയാ? എടാ ചെറുക്കാ, നീ എന്തൊക്കെ ഈ പറയുന്നത്? എന്തേ ഞാൻ പറഞ്ഞതും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് അച്ഛനോ അമ്മയോ ആരുമില്ല, എന്നെ നോക്കാനും ആരുമില്ല. നിങ്ങൾക്ക് 2-3 മക്കളുണ്ടല്ലോ, നിങ്ങൾക്ക് അവരുടെ കൂടെ പോയി നിന്നൂടെ? അതെങ്ങനെയാ? മക്കളെ നിർത്തൂലല്ലോ, നിങ്ങളുടെ സ്വഭാവം അങ്ങനത്തെ അല്ലേ. അതുകൊണ്ട് തന്നെയാ മക്കളെ അടിച്ച് പുറത്താക്കിയത് നിങ്ങളെ. എടാ മണ്ട, മക്കളെ അടിച്ച് പുറത്താക്കിയില്ല എന്നെ, അതിനു മുന്നേ ഞാൻ ഇറങ്ങി വന്നു. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് റോഡരികിൽ ഇരിക്കുമ്പോഴാണ് നിന്നെ കണ്ടത്. നിന്നെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിന്നെ പണിക്ക് വിട്ടിട്ട് എനിക്ക് വെറുതെ ഇരുന്ന് തിന്നാന്ന്. അതല്ലേ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ദൈവമേ, ഇയാൾക്ക് നാണവും മാനവും ഇല്ലേ? ഒരു പരിചയമില്ലാത്ത ഒരാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാന്. സ്വന്തം മക്കളിനപ്പൊ എങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും? 19 കൊല്ലം ഇയാളുടെ കൂടെ ഇയാളുടെ ഭാര്യ എങ്ങനെ ജീവിച്ചോ എന്തോ. എടാ മണ്ട, നിന്നോട് സത്യം ഞാൻ പറയാലോ, എന്റെ ഭാര്യനെ ഞാൻ നന്നായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരു ദിവസം പോലും അവള് കരയാത്തതായിട്ടില്ല. എന്റെ മക്കളെയും ഞാൻ നല്ലവണ്ണം തല്ലാറുണ്ട്. തല്ലി കിട്ടാത്ത ഒരു ദിവസം പോലും അവരുടെ ജീവിതത്തിലും ഇല്ല. പിന്നെ നിനക്ക് വേറൊരു കാര്യം അറിയണോ? എന്റെ ഭാര്യയെ ജോലി ചെയ്യാൻ വിട്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ വീട്ടിൽ മിണ്ടാതെ ഇരിക്കും. മിണ്ടാതിരിക്കുന്ന പറഞ്ഞ വീട്ടിലെ ജോലി നിങ്ങൾ ചെയ്യും, നിങ്ങളുടെ ഭാര്യ അധ്വാനിച്ചിട്ട് കൊണ്ടുവന്ന് തരും, അതാണോ? എടാ മണ്ട, നീ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കില്ലേ എന്നെ. അവള് വീട്ടിലെ പണികളെല്ലാം ചെയ്തിട്ട് പണിക്ക് പോകും, എന്നിട്ട് അവള് കൊണ്ടുവരും, ഞാൻ തിന്നും. പിന്നെയും അവള് പണി ചെയ്യും, രാത്രിക്കുള്ളതും അവള് പണി ചെയ്തുണ്ടാക്കും. രാവിലത്തെ ഉച്ചക്കത്തെ രാത്രിത്തെ ഭക്ഷണമൊക്കെ അവളുണ്ടാക്കും. അവൾ തന്നെ പാത്രം കഴുകുക, തുടക്കുക, അടിക്കുക, പിടിക്കുക എല്ലാം കഴിഞ്ഞിട്ട് അവള് പോകും പണിക്ക്. അത് നിങ്ങളൊക്കെ ഒരു ഭർത്താവോ നല്ല അച്ഛനോ ആണോ? ഇത്രയ്ക്ക് നന്മയില്ലാത്ത നിങ്ങളെ നിങ്ങളുടെ അച്ഛനെയും അമ്മനെയൊക്കെ എങ്ങനെ നോക്കിയോ എന്തോ. ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മുഖത്ത് ചിരിയാണല്ലോ ഉള്ളത്, നന്ദിയില്ലാത്ത വർഗം. ഇങ്ങനെ ചെയ്തതിനൊക്കെ നിങ്ങൾ നാളെ ഉത്തരം പറയേണ്ടി വരും, മനസ്സിലായോ? ഈശ്വരന്റെ മുന്നിലേ കണക്കിങ്ങനെ നിരത്തി വെക്കേണ്ടി വരും. നിങ്ങളുടെ കണക്ക് നിരത്തിയാലും തീരുന്നില്ലല്ലോ. അതൊക്കെ പോട്ടെ, ഇനി നീ എവിടെ പോട്ടെ ജോലി ചെയ്യുന്നേ? എനിക്ക് തിന്നണം, എനിക്ക് വിശക്കുന്നുണ്ട്. എടോ കിളവ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോധം വന്നില്ലേ? അന്യ ആൾക്കാരുടെ സമ്പത്ത് ഇങ്ങനെ വെറുതെ ഇരുന്ന് തിന്നാനി. അതിപ്പോ നീ എന്ത് പറഞ്ഞാലും എനിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. പിന്നെ നീ വേഗം പണിക്ക് കയറി. ഇനി മേലാൽ നിങ്ങൾ എന്റെ പിന്നാലെ നടന്നാലേ നിങ്ങളുടെ പള്ളം നിറയ്ക്കണമെങ്കിൽ നിങ്ങൾ അധ്വാനിക്കണം. അത് ഈ കൊടവയറ് നിറയ്ക്കണമെങ്കിൽ ഞാൻ 2 ദിവസം പണിയെടുത്ത പണം വേണം. ഇനി മേലാൽ എന്റെ പിന്നാലെ നടന്നാലേ കള്ളക്കിളവാ, ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി, മനസ്സിലായോ? എടാ മോനെ, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് അധ്വാനിച്ച് ശീലമില്ലടാ. അധ്വാനിച്ച് ശീലിക്ക്, എന്നിട്ട് വയറ് നിറക്കി. പിന്നെ എടാ മോനെ, അങ്ങനെയൊന്നും പറയല്ലേടാ.
ഒന്നില്ലെങ്കിൽ